വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. നിക്ഷേപകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. വരുന്ന ഫെബ്രുവരി 1 ശനിയാഴ്ച ധനമന്ത്രി തന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1 ധനമന്ത്രി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. പിന്നീട് വീണ്ടും അധികാരത്തിൽ എത്തിയ ശേഷം ജൂലൈ 23 സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ സമ്പൂർണ്ണ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവർ ജോബ് ക്രിയേഷൻ, കൂടുതൽ ക്യാപെക്സിനും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും കൂടുതൽ അലോക്കേഷൻ ബജറ്റിലുണ്ടായിരുന്നു. അതാണ് ആ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% നിന്നും 12% ബജറ്റ് ദിവസം അന്ന് മാർക്കറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും അന്നത്തെ ബജറ്റ് ദിവസം ഏറ്റവും വലിയ തോതിൽ മുന്നേറിയ ഓഹരികൾ ഏതൊക്കെയെന്ന് നോക്കാം. തീർച്ചയായും നിക്ഷേപകർ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടെയാണ്. ബജറ്റ് ദിവസം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡ് ഉണ്ടായ, ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായ സ്റ്റോക്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ നിക്ഷേപകർക്ക് താല്പര്യമുണ്ടാവും. തീർച്ചയായും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച ബജറ്റിൽ ഇതനുസരിച്ചുള്ള സമാനമായൊരു ട്രെൻഡാണ് ഉണ്ടാവുക എന്നുള്ളതും അറിയാൻ നിക്ഷേപകർക്ക് ആകാംക്ഷയുണ്ടാവും. എന്തായാലും സ്റ്റോക്കുകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റോക്കുകളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ആന്ധ്ര സ്റ്റോക്സ് ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ചലനം സൃഷ്ടിച്ചത് ഓഹരി വിപണിയിൽ, അല്ലേ? അതിന് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറയുന്നത് ഈ മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് ബീഹാറിലെ JDUവിൻ്റെയും ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് NDA സർക്കാർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിനെ പിണക്കാൻ സാധിക്കില്ല. ആന്ധ്രാപ്രദേശിന് കൂടുതൽ അലോക്കേഷന് വേണ്ടിവരും. 15,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ബജറ്റിൽ ആന്ധ്രാപ്രദേശിന് മാത്രമായി ധനമന്ത്രി നീക്കിവെച്ചത്. അതുകൊണ്ട് തന്നെ ആന്ധ്ര സ്റ്റോക്സിൽ വലിയൊരു മുന്നേറ്റമുണ്ടായി. അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന് പങ്കാളിത്തമുള്ള ഹെറിറ്റേജ് ഫുഡ്സ് നടത്തിയൊരു മുന്നേറ്റം ഭയങ്കര ശ്രദ്ധേയമായിരുന്നു. അന്ന് നടത്തിയത് ഒരു 5% വർധനയാണ്. 574 രൂപയിലായിരുന്നു അന്ന് വിപണി നിലവാരം ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേട്ടം, അല്ലെങ്കിൽ ആ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ട് ചെയ്ത സ്റ്റോക്ക് കൂടെ ആയിരുന്നു ഈ ഹെറിറ്റേജ് ഫുഡ്സ്. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം തെലുങ്കുദേശം പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് സർക്കാരിൽ എത്രത്തോളം ഉണ്ട് എന്നതുകൂടി റിഫ്ലക്റ്റ് ചെയ്തതായിരുന്നു ആന്ധ്ര സ്റ്റോക്സിന്റെ മുന്നേറ്റം. അന്ന് മുന്നേറ്റം കൈവരിച്ച ആന്ധ്ര സ്റ്റോക്സുകൾ, ബാക്കിയുള്ള സ്റ്റോക്സുകൾ ഏതെല്ലാമെന്ന് നോക്കാം. ആന്ധ്ര സിമന്റ്സ് 5% ഉയർന്ന് 98.97 അന്ന് ക്ലോസ് ചെയ്തത്. KCP 5.7% നേട്ടത്തിൽ 259 രൂപയിൽ ക്ലോസ് ചെയ്തു. ലിഖിത ഇൻഫ്ര, NCL, KNR കൺസ്ട്രക്ഷൻ, ഡെക്കാൻ സിമന്റ്സ്, സാഗർ സിമന്റ്സ്, ഈ ഓഹരികളും അന്ന് ഏറ്റവും കൂടുതൽ മുന്നേറ്റം കൈവരിച്ച ആന്ധ്ര സ്റ്റോക്സുകളാണ്. അന്ന് ബജറ്റ് ദിവസം ഏറ്റവും കൂടുതൽ മുന്നേറിയ മറ്റൊരു സ്റ്റോക്ക് ടൈറ്റൻ ആയിരുന്നു. ഗോൾഡ് കസ്റ്റംസ് ഡ്യൂട്ടി 10% നിന്ന് 6% കുറച്ചതോടെയാണ് ടൈറ്റന്റെ ഒരു മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ ഇത്തവണത്തെ ബജറ്റിനോടനുബന്ധിച്ച് വരുന്ന റൂമറുകളിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ വർഷം കട്ട് ചെയ്ത ഗോൾഡിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. കഴിഞ്ഞ തവണ കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ രത്നാഭരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണം ലഭ്യമാക്കുകയും അതുവഴി ഇതിന്റെ എക്സ്പോർട്ട് കൂട്ടാനുമായിരുന്നു ലക്ഷ്യമിട്ടാണ് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത്. പക്ഷേ ഇവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള ആളുകൾ കൂടുതലായി സ്വർണം വാങ്ങുന്നതിലേക്കാണ് അത് നയിച്ചത്. അതുകൊണ്ട് ഇത്തവണ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടാനാണ് സാധ്യത എന്നുള്ള സൂചനകളാണ് വരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത് കാരണം ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച മറ്റൊരു ഓഹരി സെൻകോ ഗോൾഡ് ആണ്. സെൻകോ 12% ഉയർന്ന് 1054 വരെ എത്തി അതിന്റെ പ്രൈസ്. കല്യാൺ 4% ഉയർന്ന് 550 രൂപയിലാണ് കഴിഞ്ഞ തവണ ബജറ്റിന് ദിവസം ക്ലോസ് ചെയ്തത്. ഇനി കഴിഞ്ഞ ബജറ്റ് ദിവസം നേട്ടം കൈവരിച്ച പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ കാണാം. ITC 3% ഉയർന്ന് 480 രൂപയിലെത്തിയിരുന്നു. HUL അന്ന് 2765 രൂപ വരെ എത്തി. കൊട്ടക് ബാങ്ക് 1766 രൂപയിലായിരുന്നു വ്യാപാരം. സൺ ഫാർമ 1589 രൂപയിലെത്തി. TCS 4287 രൂപയുമായിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ഉണ്ടായ ഒരു ഓഹരി എന്ന് പറയുന്നത് EMSന്റെ ആണ്. കാരണം വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റോക്കാണ് EMS. കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഏതാണ്ട് 17.4% സ്റ്റോക്സ് ഉയർന്നത്. ആ കമ്പനിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ, സ്യൂവേജ് ഇൻഫ്രാ പ്രൊജക്ട് കമ്പനി കൂടിയാണ് EMS. വരുന്ന ഫെബ്രുവരി 1 ബജറ്റ് അവതരണം. തീർച്ചയായും ബജറ്റ് ദിവസം ശ്രദ്ധിക്കേണ്ട ഓഹരികളും സെക്ടറുകൾ ഏതെല്ലാമാണെന്നുള്ള കണ്ടന്റുകൾ വരും ദിവസങ്ങളിൽ ജിയോജി സ്പോട്ട്ലൈറ്റിൽ കാണാം. Thanks for watching and bye.